വി എസ് എന്ന വലിയ നേതാവ്, സമര പോരാളി മുന്നോട്ട് വെച്ച ഉയർത്തിപ്പിടിച്ച വിഷയങ്ങൾ, അതിലൂടെ ആർജിച്ചെടുത്ത അദ്ദേഹം നിലപാടുകൾ കൊണ്ട് ആർജിച്ചെടുത്ത ഇവരുടെ വിശ്വാസ്യത, അദ്ദേഹം പ്രതിപക്ഷ നേതാവായും അതുപോലെ മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും LDF കൺവീനറായും CPIഎമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായി 4 നൂറ്റാണ്ട് കാലമാണ്, അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായി 1/2 നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ അതികായന്മാരിൽ തലമുതിർന്ന നേതാവാണ്. ആ നിലയിൽ അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു നേതാവിന് അർഹിക്കുന്ന ഒരു വിടവാങ്ങലാണ്, രാഷ്ട്രീയമായ വിടവാങ്ങലാണ് കേരളം ഇപ്പോൾ നൽകി വരുന്നത്. വൈകുന്നേരമാണ്, അപ്പോൾ ജോലി ഇന്ന് പൊതു അവധിയാണ്. അപ്പോൾ എന്നിട്ടും ഒരു അവധിയുടെ ആലസ്യമൊന്നുമില്ലാതെ എല്ലാവരും അവരുടെ ഈ ദിവസത്തെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവിടേക്ക് വരുന്നു, കാത്തു നിൽക്കുകയാണ് VSൻ്റെ മടങ്ങിവരവ്. ഒരു നോക്കൊന്ന് കാണാൻ ഒരു അവസരം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ ഉണ്ടാവുക. പക്ഷേ അതവരവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായി മാറ്റി തീർക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഫോണുകളിലേക്ക് ഒരു ചിത്രമായും ഒരു വീഡിയോയായും അത് പകർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ പകർത്തിയെടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ, അതുപോലെ തന്നെ ഞാൻ മുമ്പും പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ വലിയ സാന്നിധ്യം കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇവരെ പോലെയുള്ള നേതാക്കളെയൊക്കെ കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ തലമുറകളെ മികവുള്ള തലമുറകളാക്കി മാറ്റി പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം ഉയർത്തി അവർക്ക് പഠിക്കുവാനും നല്ല ഉദ്യോഗം വാങ്ങുന്നതിനും മികച്ച നിലയിലെ പൗരന്മാരായി മാറുന്നതിനും രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാളും അധികം കേരളത്തിന് മാറാനായിട്ടുണ്ട് എങ്കിൽ ഇത്തരം നേതാക്കളുടെ സമാനതകളില്ലാത്ത ജീവിതം മാറ്റിവെച്ചുള്ള, ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഒരു അനുഭവ തലമുണ്ട്. അതിന് മലയാളി കൊടുക്കുന്ന ഒരു വലിയ എന്താ പറയുക, ഒരു പ്രത്യഭിവാദ്യമാണിത്. കാരണം സഖാവ് VS അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കളിലൂടെ അത് ഒരു സവിശേഷതകളില്ലാത്ത ആ തലമുറയുടെ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പൊതുപ്രവർത്തന അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് ഒരു തലമുറയുടെ വിടവാങ്ങലാണ് VSലൂടെ സംഭവിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒരു തലമുറ വിടവാങ്ങുകയാണ്. നമ്മൾക്കറിയാം 1964 CPIഎം രൂപീകൃതമാകുമ്പോൾ CPIയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേരിൽ ജീവിച്ചിരുന്ന ഏക വ്യക്തിയാണ്. 7 പേരാണ് അന്ന്. ആ 32 പേരിൽ 7 മലയാളികളാണ് ഉണ്ടായിരുന്നത്. ആ 7 മലയാളികളിൽ ജീവിച്ചിരുന്ന വ്യക്തി VS ആയിരുന്നു. ആ 7 പേരിൽ മാത്രമല്ല 32 പേരിലും ജീവിച്ചിരുന്ന ഏക വ്യക്തി VS ആയിരുന്നു. ആ കണ്ണിയും ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ കണ്ണിയും അറ്റു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു തലമുറ ഇല്ലാതായിരിക്കുകയാണ്.